ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുല്ല് വെട്ടുമ്പോൾ കല്ലും പുല്ലൊക്കെ പുറകോട്ട്, അതായത് നമ്മുടെ മേത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഷീനിലൊരു സേഫ് ഗാർഡ് വെക്കണം. സേഫ് ഗാർഡ് ഏകദേശം ഇത്രയും ദൂരത്തിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതായത് ബ്ലേഡിൻ്റെയും വള്ളിയുടെയും ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വിട്ടിട്ട് ഈ ഭാഗത്തായിട്ട് സേഫ് ഗാർഡ് ഫിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ കല്ലും മണ്ണും പുല്ലൊക്കെ ഇതേപോലെ പുറകോട്ട് അടിച്ച് നമ്മുടെ മേത്തേക്ക് പറ്റി പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് മെഷീൻ്റെ കൂടെ കിട്ടുന്ന സേഫ് ഗാർഡ്. ഇത് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പം പുല്ലൊക്കെ ഇത്ര വന്ന് തടഞ്ഞേക്കും. ഇത് ഏകദേശം ഇത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മുകളിൽ വെക്കാനുള്ളൊരു സാധനമുണ്ട്. അത് അതിൻ്റെ മുകളിൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ വെക്കുന്നു. പിന്നെ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ 5 mm രണ്ട് ബോൾട്ട് ഉണ്ട്. എല്ലങ്കി ബോൾട്ടാണിത്. ടൈറ്റ് ചെയ്യണ എല്ലങ്കി ബോൾട്ടിൻ്റെ മുറുക്കുന്ന ഈ എല്ലങ്കി തന്നെ വേണം. നമുക്ക് മുറുക്കി വെച്ചേക്കാം. ഇത് മുറുക്കുന്ന സാധനം നമുക്ക് മെഷീൻ്റെ അടുത്ത് തന്നെ കിട്ടും. അല്ലെങ്കിൽ കടയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത്രയും ഡിസ്റ്റൻസാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ബ്ലേഡ്, ഈ ബ്ലേഡിൽ അത് അല്ലെങ്കിൽ ഇതിൻ്റെ വള്ളിക്ക് കുറച്ച് കൂടുതൽ നീളമായി കഴിഞ്ഞാൽ ഇതിൽ വന്ന് തട്ടി കറക്കാൻ സ്പീഡ് കുറയുക, അല്ലെങ്കിൽ ഇത് കീറിപ്പോവുകയൊക്കെ ചെയ്യും ഈ ഗാർഡ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഗാർഡിൽ പുല്ല് പറ്റുമ്പോൾ പുല്ലും മണ്ണൊക്കെ കുറച്ചായി കഴിയുമ്പോൾ ഒന്ന് വൃത്തിയാക്കി കൊടുക്കണം. വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വേസ്റ്റ് അടിഞ്ഞിട്ട് നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിലോട്ട് നല്ല ചായ്വ് വരും. അപ്പോൾ നമുക്ക് ഈ മെഷീൻ പൊക്കി വെട്ടുന്നതിനൊക്കെ കുറച്ച് കൂടെ സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ അത്ര വെയിറ്റ് ഉണ്ടാവില്ല. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മെഷീനപ്പം ഗാർഡൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ.